ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഐഡിയ കിട്ടാനാണ്. നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇതിലേതാണ്? നമുക്കറിയാം ഇപ്പോൾ ഏതാണെന്ന് പറയൂ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്? ഇതിലേതാണ് യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിലും ആക്ട് ചെയ്യുന്ന കാര്യം ഏതാണ്, ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം യൂണിവേഴ്സിലെ ഏത് ഒബ്ജക്റ്റുകളും തമ്മിൽ ചാർജോ ഒന്നും നോക്കാതെ പരസ്പരമുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ സി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ശരിയാണല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. അതും ശരിയാണ്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവും ഉണ്ട്, റിപ്പൽസീവും ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്. അതും ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. അത് തെറ്റല്ലേ? ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിൻ്റെ കൂടെ നമ്മൾ ഓർത്തു വെക്കാം, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ തമ്മിലാണ്, നമ്മൾ പറഞ്ഞതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിലെ ഒരു ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്. ചാർജ് റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മീൻസ് ചാർജ്, സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്. ചാർജുകൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ് കേട്ടോ സെക്കൻഡ് ഇയറിൽ. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ ഈസ്, നമുക്കറിയാലോ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ്. ഓഡ് വൺ ഏതാണെന്നാണ് അറിയേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒന്ന് മാത്രം നമ്മൾ പഠിക്കാത്തതാണ് അല്ലേ. അപ്പോൾ തന്നെ ഓടായില്ലേ. അതല്ല കാരണം. എന്താ കാരണം എന്നറിയോ? ഈ ഫോഴ്സിൽ വിസ്കസ് ഫോഴ്സ് ഫണ്ടമെൻ്റൽ അല്ല, ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ നിന്നുണ്ടായതാണ്, ഒരു സംശയമില്ല, ഈ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡുകൾ തമ്മിലുള്ള ലിക്വിഡ്സിൻ്റെ ലേയേഴ്സ് തമ്മിലുള്ള ഫോഴ്സാണ്. ഓക്കെ, ലിക്വിഡ് ഒരു സർഫസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ അതാണ് ഓർഡർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എൻജിൻ. ഹീറ്റ്, ടെമ്പറേച്ചർ, എൻജിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സാണ് തെർമോ ഡൈനാമിക്സ്. നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഒപ്റ്റിക്സ്, ലൈറ്റിനെ കുറിച്ചുള്ളതാണ്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോ കൊണ്ടുണ്ടാവുന്ന പ്രത്യേകതകളാണ് ഇലക്ട്രോണിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ഡയോഡ്സൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ട്രാൻസിസ്റ്റേഴ്സൊക്കെ. അതുപോലെ ഇലക്ട്രോ ഡൈനാമിക്സ്, ചാർജിൻ്റെ ഫ്ലോ വെച്ചിട്ടുള്ള ഫിനോമിനകൾ സ്റ്റഡി ചെയ്യുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏകദേശം ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ഇത് ക്വസ്റ്റ്യൻ വരും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതേപോലെ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പറഞ്ഞില്ലേ, ആ 10⁻⁴ വെച്ചിട്ട്, അതും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതാണ് ഇതിന്ന് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂലുള്ള ഈ ചാപ്റ്റർ പൂർണ്ണമാണ്. ഈ ചാപ്റ്റർ വളരെ പെട്ടെന്ന് തീർന്നു അല്ലേ. എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററുകളും ഇതുപോലെ തീരുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ചെറിയതും ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ ഡൗട്ട് ഇൻട്രാക്ഷൻസ് എല്ലാം ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.